ബഹുമാനി നേരത്തെയുള്ള അവതാരകർ സൂചിപ്പിച്ചതുപോലെ 1, 2, 3 സംഭവങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയല്ല. കാരണം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് തന്നെ നൂറുകണക്കിന് സംഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത്. ഒരു സംശയവുമില്ല, എല്ലാ തരത്തിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ ഭാഗമായി മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കേണ്ടുന്ന സാങ്കേതിക വിദ്യയുടെ വളർച്ച പോലും സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ ഭാഗമായി മാറുന്നു. നേരത്തെ അവതാരകൾ സൂചിപ്പിച്ച പോലെ അഴിമതിയും വിലക്കയറ്റവും ഒക്കെ തന്നെ സ്ത്രീകളുടെ പ്രശ്നമാകുമ്പോൾ അതിനേക്കാൾ ഏറെയായി ഇന്ത്യൻ സ്ത്രീ അനുഭവിക്കുന്നത് അതിക്രമങ്ങളാണ്. ഇന്ത്യൻ സ്ത്രീയുടെ കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ 66 വർഷം പിന്നിട്ടിട്ടും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ലിംഗനീതിയിലേക്ക് ഇന്ത്യൻ സ്ത്രീ സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ നാം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ലിംഗനീതി എന്നത് വിദൂര സ്വപ്നമായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള അധികാരമില്ലായ്മ തന്നെയാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലയിൽ സ്ത്രീകൾക്ക് അധികാര രംഗത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഏതു തരത്തിലാണ് നടത്തിയത്, ആരാണ് നടത്തിയത്, ആരൊക്കെയാണ് വിഘാതം നിൽക്കുന്നത് എന്നത് ഒരു സംശയമില്ല, ചർച്ച ചെയ്തേ മതിയാവും. ഇത് മുഖ്യധാര മാധ്യമങ്ങളെന്നല്ല ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലെവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നത് ഞങ്ങളെ സംബന്ധിച്ച്, പൊതുസമൂഹത്തെ സംബന്ധിച്ച് വേദനയോടെ കാണുന്ന വസ്തുതയാണ്. അതിക്രമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇന്ത്യൻ സ്ത്രീയെ സംബന്ധിച്ച് പറയുമ്പോൾ 69% തൊഴിലില്ലാത്തവരാണ്. 48%-ത്തിലേറെ പേർ ഇന്ന് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരു കക്കൂസ് പോലും ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു. അതിക്രമങ്ങളെക്കുറിച്ച് വിശദമായ കണക്കുകൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് തന്നെ പറയുന്നത്, ഏറ്റവും അവസാനത്തെ കണക്ക് പറയുന്നത്, മൊത്തം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ 43% ഇരകളായി വരുന്നത് സ്ത്രീകളാണ്. ഇന്ത്യയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ 43 എണ്ണം സ്ത്രീകൾ ഇരകളായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കത്തിൽ ആ കണക്കിനെ സംബന്ധിച്ച് പറയുന്നത്. ഒരു സംശയവുമില്ല, അതിക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിന്റെ കർത്തവ്യം തന്നെയാണ്. അതിൽ നിന്ന് ഇന്ത്യൻ ഭരണകൂടം ഒരു ഇന്ത്യൻ ഭരണകൂടത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനേ കഴിയില്ല. ഈ ഭരണകൂടത്തിന്റെ കർത്തവ്യങ്ങൾ വിവിധ തരത്തിൽ, അത് നിയമനിർമ്മാണമായാലും ശരി, ആ നിയമത്തിലൂടെ നടപ്പിലാക്കലായാലും ശരി, ഒക്കെ തന്നെ വിവിധ തരത്തിലുള്ള ഭരണപരവും നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തേണ്ട ഭരണകൂടം അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞകാല ചരിത്രം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ജ്യോതി സിംഗ് അല്ലെങ്കിൽ നിർഭയ എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ശേഷം, ദാരുണമായ കൊലപാതകത്തിന് ശേഷം എരിതീയിൽ ഒഴിക്കുന്നത് പോലെ വലിയ പ്രക്ഷോഭ കൊടുങ്കാറ്റിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം ഒരു കമ്മീഷനെ നിയോഗിച്ചു. ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ, ലീല സേത്തും ഗോപാൽ സുബ്രഹ്മണ്യവും അംഗങ്ങളായിക്കൊണ്ടുള്ള ഒരു കമ്മീഷൻ നിർദ്ദേശിച്ചു, കമ്മീഷനെ നിയോഗിച്ചു. 30 ദിവസം കൊണ്ട് തന്നെ, എന്തോ ഉൾവിളി ഉണ്ടായതുപോലെ എത്രയും പെട്ടെന്ന് 30 ദിവസം കൊണ്ട് തന്നെ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശം വന്നു. 29 ദിവസം കൊണ്ട് തന്നെ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു കേന്ദ്ര സർക്കാരിന്. പക്ഷേ അതിൻ്റെ 4/3 ഭാഗവും വിസ്മരിച്ചുകൊണ്ട് കേവലം ചില പൊടിക്കൈകൾ 1, 2, 3 എണ്ണി പറഞ്ഞാൽ 11 അമെൻമെന്റ് മാത്രമാണ് ക്രിമിനൽ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ കൊണ്ടുവന്നത്. ഒരു കാരണം നമുക്കറിയാം, ഇവർ ഈ ഭരണകൂടത്തിന്, ഇന്ത്യയെ നയിച്ച ഇന്ത്യൻ ഭരണകൂടത്തിന് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല എന്നത് ആ നിയമനിർമ്മാണത്തിൽ കാണിച്ച വൈമുഖ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നു. കേവലം നിയമം കൊണ്ട് മാത്രം സാമൂഹ്യാവസ്ഥ മാറ്റാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ നടത്തിപ്പ് ഒരു പ്രധാന കാര്യം തന്നെയാണ്. നിയമത്തിന്റെ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളായ പോലീസും
കോടതിയും ഒക്കെ തന്നെ അതിനകത്ത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഇവിടെ കേരളത്തിൽ തന്നെ സൗമ്യയുടെ കൊലപാതകത്തിന് ശേഷം വലിയ പ്രഖ്യാപനമുണ്ടായി. സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി റെയിൽവേ ആ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റ് നടുവിലേക്കാക്കുന്നു. ഇതുവരെയും ആ ഒരു മാറ്റം, ഒരു കേവലമായിട്ടുള്ള ചെറിയ ഭരണപരമായ ഇടപെടലുകൾ പോലും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി വലിയതായി നമ്മോട് പ്രസ്താവിച്ചു, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ വേണ്ടി ഉള്ള ഇടപെടലിന്റെ ഭാഗമായി കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേക കോടതി കൊണ്ടുവരുന്നു. മറ്റേ കിരീടം സിനിമയിൽ പറയുന്ന പോലെ കോടതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നത്, വാഗ്ദാനങ്ങൾ ഓരോ ഇടവേളകളിലായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഈ വാഗ്ദാനങ്ങൾ എത്രയേറെ നടപ്പിലാക്കി എന്ന് ചർച്ച ചെയ്യേണ്ടത് ഒരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് വേളകൾ തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിർഭയ 1000 കോടി രൂപ നിർഭയ പദ്ധതിക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ട് അതിനൊരു ചില്ലിക്കാശ് പോലും ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ ഭരണകൂടം നിൽക്കുന്നത് എന്നുള്ളതിൽ നിന്ന് തന്നെ ഇവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് സ്ത്രീ സമൂഹം മാത്രമല്ല പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്നലെ വരെ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുപ്രവർത്തകരോട് ഒരു ആദരവായിരുന്നു. ഞാനൊക്കെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്നതാണ്. വൈകുന്നേരം വൈകിയാൽ ബസ് സ്റ്റോപ്പിൽ വന്നാൽ അവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ നിൽക്കുന്നുണ്ടെങ്കിൽ മെമ്പർ ഉണ്ട്, ധൈര്യത്തോടു കൂടി നടന്നു പോകാം എന്ന ഉള്ളിലൊരു വീര്യം ഉണ്ടായിരുന്നു. എങ്കിൽ ഇന്ന് ഈ പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള വിശ്വാസം, അവരുടെ ധാർമ്മികത ഇല്ലാതായിരിക്കുന്നു. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നെ പോലെ ഒരു തൊഴിലെടുക്കുന്ന മാധ്യമ പ്രവർത്തക അവരുടെ തൊഴിലിന്റെ ഭാഗമായി പ്രസ് ക്ലബിൽ വെച്ച് ഒരു മന്ത്രിയോട്, ചെറിയ ആളല്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ഒരു കേന്ദ്രമന്ത്രിയോട് തൊഴിലിന്റെ ഭാഗമായ ഒരു ചോദ്യം ചോദിച്ചപ്പോ ഏത് തരത്തിലാണ് അപമാനിച്ചതെന്ന് കേരള സമൂഹം കണ്ടു. മാധ്യമങ്ങൾ സഹപ്രവർത്തകരെ അപമാനിച്ചിട്ട് കൂടി മിണ്ടാതിരുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങളെന്ന് നാം തിരിച്ചറിയണം. കേന്ദ്രമന്ത്രിക്ക് നേരത്തെ കാർത്തികേയ സാർ പറഞ്ഞു, കേന്ദ്രമന്ത്രിക്ക് നിർഭയമായി ഭാര്യയെ കൊല്ലാം, സമരം നടത്തുന്ന നസീറയെ നിർഭയമായി തല്ലിയോടിക്കാം. കേരളത്തിൽ കൊണ്ടുവന്ന നിർഭയയാണ്. അധികാരത്തിലിരിക്കുന്ന മന്ത്രിക്ക്, സാംസ്കാരിക മന്ത്രിക്ക് നിർഭയമായി ഭാര്യയെ ഗാർഹിക അതിക്രമത്തിന് വിധേയമാക്കാം. സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ചലച്ചിത്ര നടിമാരെ ഏത് പൊതുവേദിയിൽ വെച്ചും, രഹസ്യമായിട്ടല്ല പൊതുവേദിയിൽ വെച്ചും എങ്ങനെയും ശാരീരികമായി ഉപദ്രവിക്കാം. ഏറ്റവും അവസാനം കണ്ടു ഇന്നലെ നാട്ടിലെ ഒരു ആർത്തികുണ്ട തരത്തിൽ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയോ ആർത്തികുണ്ട തരത്തിലുള്ള അക്രമത്തിന്റെ, ക്രൂരമായ അക്രമത്തിന്റെ ഒരു ശൈലിയിലാണ് ഇന്നലത്തെ വാർത്തകളും നമ്മുടെ മുന്നിലേക്ക് വന്നത്. അപ്പോ ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നില്ല. കേന്ദ്രമന്ത്രിക്ക് ഭാര്യയെ കേന്ദ്രമന്ത്രി ഭാര്യയെ കൊല്ലുന്നതായാലും ശരി, കേരളത്തിലെ മന്ത്രി ഭാര്യയെ തല്ലുന്നതായാലും ശരി, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന പ്രമുഖ മിക്കവാറും പേരെ സംബന്ധിച്ച് നിരന്തരമായ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്. ഞങ്ങളാകെ സംഘടനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ സഹോദരനോടൊപ്പം നിർഭയമായി എവിടെയും പോകാം എന്ന ചങ്കുറപ്പോടുകൂടി വരികയാണെങ്കിൽ എന്ന് കേരളത്തിലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പാർട്ടി ഓഫീസുകൾ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാതായിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഗാർഹിക അതിക്രമങ്ങൾ മാത്രമല്ല, തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾ മാത്രമല്ല, പൊതുയിടങ്ങളിലെ അതിക്രമങ്ങൾ മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ സംഘടനാ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇടപെടുമ്പോൾ പോലും അതിക്രമത്തിന് വിധേയമായിരിക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു പൊതുരാഷ്ട്രീയ പ്രസ്ഥാനം
ഒരു സാംസ്കാരിക പ്രവർത്തകയായിട്ടുള്ള സ്ത്രീയെ തെരഞ്ഞെടുപ്പിന് മത്സരിപ്പിച്ചിട്ട് അവൾക്ക് സ്വതന്ത്രമായി വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല, കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല, കേരളത്തിലെ സ്ത്രീ പ്രവർത്തകർ ചർച്ച ചെയ്യുന്നില്ല? ഇന്നലകളിൽ ഇതായിരുന്നില്ലല്ലോ. ഇന്നലകളിൽ ഇതായിരുന്നില്ല. ഐസ്ക്രീം പാർലർ കേസായാലും ശരി, സൂര്യനെല്ലി കേസായാലും ശരി, കേരളത്തിൽ പൊതുപ്രസ്ഥാനങ്ങൾ ഇടപെട്ടിട്ടുള്ള, സ്ത്രീ സംഘടനാ പ്രവർത്തകർ ഇടപെട്ടിട്ടുള്ള, പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സിവിൽ സൊസൈറ്റി ഇടപെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് ഈ സിവിൽ സമൂഹം അത് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല എന്നത് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു സംശയമില്ല, ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയിൽ, ഭരണകൂടത്തിന്റെ നയപരമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ട് മാത്രമേ സ്ത്രീ സമൂഹത്തിന്, പാർശ്വവൽക്കൃതമായ സ്ത്രീ സമൂഹത്തിന് മുന്നേറാൻ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആരാണ് നടത്തുന്നത് എന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാർ മാത്രമല്ല, എല്ലാവരും തന്നെ വോട്ടർമാരാകെ തന്നെ ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.